ബിജോണന്റെ കൂടെ ഞാനായിരുന്നു ഉണ്ടായിരുന്നു. കാണാതെ കേക്ക് അതൊന്നും പറയാൻ നിൽക്കണ്ട. അല്ല, എനിക്കറിയാൻ വയ്യ, ഞാൻ ചോദിക്കുക. നിങ്ങൾ ഈ ബിജോണിന് സംഭവിച്ചത് എന്തുവാന്നുള്ളത്, ഈ കുളം വൃത്തിയാക്കലുമായിട്ട് ബന്ധപ്പെട്ട് എന്താ നടന്നതെന്ന് നിങ്ങൾക്ക് വല്ല അറിയാം? ഒന്നും അറിയാൻ വയ്യ. എന്തോ കാര്യത്തിന് കയറി ഇടപെട്ട് സംസാരിക്കുന്നു. ഇവിടുത്തെ വലിയ ടീമുകളൊക്കെ ഉണ്ടായിരുന്നു കൊട്ടേഷൻ കൊടുക്കാൻ. പക്ഷെ ബിജോണ്ണന് തന്നെ പണി കിട്ടിയത്. അതുകൊണ്ടെന്താ, എനിക്കും പണി കിട്ടി. ഞാനും പോയി ബിജോണ്ണൻ്റെ കൂടെ. ഞങ്ങൾ രാവിലെ കുളത്തിൽ ചെന്ന് അവിടെ ചുറ്റുപാടൊക്കെ നോക്കി. അണ്ണൻ്റെ കയ്യിലൊരു സഞ്ചി ഉണ്ടായിരുന്നു. ഈ സഞ്ചിയിൽ എന്തോ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നഞ്ചാണ്. ഞാൻ കരുതി മഞ്ചാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി നേരം പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് തിന്നു കഴിഞ്ഞാൽ ചത്തു പോകുമെന്നും പറയുകയും ചെയ്തു. ഞാൻ നോക്കുമ്പോൾ അണ്ണ ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുക്കുന്ന മീൻ ഏതാണ്ട് തീറ്റയാണെന്നും പറഞ്ഞ് ഈ നഞ്ച് വെട്ടി വിഴുങ്ങുവാണ്. പിന്നെ അപ്പോഴാ പഞ്ചായത്ത് വണ്ടി വന്നു. അതിനകത്തൊന്ന് മോട്ടർ ഇറക്കുന്നു, വേറെ കുറേ പണിക്കാരെല്ലാം കൂടെ വന്ന് മോട്ടർ ഇറക്കുന്നു, അത് ചെയ്യുന്നു. അണ്ണനെ ഇങ്ങനെ വലിയ മുതലാളി കളിച്ചവിടെ ഇരിക്കുക. പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അണ്ണൻ്റെ കൂടെ പഠിച്ചതാണ്. ഈ അണ്ണൻ്റെ കൂടെ പഠിച്ചതായതുകൊണ്ട് അണ്ണന് ഭയങ്കര ഗുമ്മടിച്ചിരിക്കുക. ഇങ്ങനെയൊക്കെ കാണിച്ചത് കൈ ഇങ്ങനെ ഇത് കാണിച്ചിട്ട് ഇപ്പം ഇവരെയൊക്കെ കണ്ടപ്പോഴത്തേന് അണ്ണൻ അങ്ങ് പിന്നെ കൊച്ചും പിച്ചും തള്ളയും പിള്ളയും എല്ലാം വന്നു. നാട്ടിലെ സകലമായ ആൾക്കാരും കൂടെ ഇവിടെ കുളം പറ്റിയെന്ന് കാണാനായിട്ട് വന്നിരിക്കുക. ഞാൻ നോക്കുമ്പോൾ അണ്ണൻ എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം ഒരു കാണീര് ഞാൻ ചാടട്ടെ എന്ന്. ഞാൻ പറഞ്ഞ മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുക, വെള്ളം പറ്റട്ടെ എന്ന് പറഞ്ഞതാണ്. ഞാൻ നോക്കുമ്പോൾ ചെരുപ്പ് ഊരി വെക്കുന്നു, ഷർട്ടൊക്കെ ഇങ്ങനെ ബട്ടൺസൊക്കെ തട്ടി ഇങ്ങനെ നെഞ്ചൊക്കെ വെച്ച് ജയൻ്റ് കൂട്ട് ചലമഞ്ചലത്തിൽ ജയൻ്റ് കൂട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക നിന്ന് ഒരു കൊച്ചു മീഡിയൊക്കെ വലിച്ചിങ്ങനെ പുകയൊക്കെ ഇങ്ങനെ ഊതി വിട്ടോണ്ട് ആണ് വീടെത്തൊരൊറ്റ ചാട്ടം. എന്താ പോലെ തിമിങ്ങനെ പൊങ്ങി വരുന്നിട്ടൊരു വരവ്. എന്തോ പറയണ വന്ന് വാലിട്ട് അടിക്കുന്നിട്ട് നീന്തി തിമർത്ത് തരിത്ത് എല്ലാം കൂടെ ഇങ്ങനെ ഞാൻ നോക്കി നിൽക്കുക. പിന്നെ ഇടയിൽ കൂടെ ഞാൻ ആ മോട്ടറിൽ കൂടെ വെള്ളം പോകുന്നത് കാണാൻ പോയി. പിന്നെ പിള്ളേരായി നിന്ന് മുട്ടായിയൊക്കെ മേടിച്ച് തിന്നു. ഇങ്ങനെ ഞാനിങ്ങനെ ലാവിഷായിട്ട് ഇങ്ങനെ നടക്കുക. മീനെ കിട്ടുമല്ലോ, തന്നെയല്ല പായലുണ്ട്, ഇതൊക്കെ ആൾക്കാർ വരുന്നു പോകുന്നു, ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഞാൻ ചുമ്മാതെ കുളത്തിലോട്ടൊന്ന് നോക്കി. എന്താ പൊന്നോ, അന്നെന്താ മാനത്ത് കണ്ടി കിടക്കുന്നതിലൂടെ കിടക്കുന്നു, ഒന്ന് മയങ്ങിപ്പോണ്ട്. നല്ല കാര്യമുണ്ടായിരുന്നു. എന്നാലും ഞാൻ എടുത്ത് ചാടി. അണ്ണനെ നീന്തി പിടിച്ച് ഞാൻ ചാടിയതിൻ്റെ കൂട്ടത്തിൽ 2-3 പേരും കൂടെ ഉണ്ടായിരുന്നു. അവരും എടുത്ത് ചാടി. അണ്ണനെ എന്തായാലും പിടിച്ച് കരയിൽ കൊണ്ടുവന്ന് കുളത്തിൻ്റെ സ്റ്റെപ്പേ കൊണ്ടുവന്ന് കിടത്തി. ഞാൻ നോക്കുമ്പോൾ കുരങ്ങനെ ഇഞ്ചി തിന്നതിൻ്റെ കൂട്ട് കിടക്കുക. പിന്നെ കൂടി നിന്നവരുടെ അഭിപ്രായം കേൾക്കണം. അണ്ണന് ജന്നിക്കോട്ട് വന്ന് അണ്ണന് മറ്റേന്തോ പ്രശ്നങ്ങളാണ്, ചില അറ്റാക്കായിരിക്കും. അണ്ണനാദ്യം ബോധവുമില്ല, മയങ്ങി കിടക്കുക വെച്ച്. എനിക്കാണെങ്കിൽ ശ്വാസം വിടാൻ വയ്യാതെ ഞാൻ ആ സ്റ്റെപ്പിൽ ഒറ്റ ഇരിപ്പിലേക്ക് അണ്ണനേക്ക് നോക്കി. പിന്നെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് മെമ്പർ എല്ലാം കൂടെ ചേർന്ന് ആംബുലൻസ് വിളിച്ച് നേരെ ആശുപത്രിയിൽ. ഈ നനഞ്ഞ ഡ്രസ്സോടുകൂടി ഞാനും ആംബുലൻസിനകത്തിരിക്കുക. എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുക. കൊളക്കടവിലാണെങ്കിൽ 100 അഭിപ്രായം എന്തൊക്കെയാണോ എന്താണോ എന്ന്. അത് പറഞ്ഞ അണ്ണൻ മരിച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് വന്നു. അങ്ങനായി. കാരണം ആൾക്കാരുടെ കണ്ണിലൊക്കെ അങ്ങനെ ആണല്ലോ. അണ്ണൻ്റെ മുഖത്തേക്ക് ഞാൻ ആംബുലൻസിനകത്തിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ KP ഉമ്മറിൻ്റെ മുഖത്തേക്ക് കൊണ്ടിരിക്കുക. എൻ്റെ അടുത്തോട്ട് നോക്കി ഒരു കണ്ണിങ്ങനെ അടച്ച് കാണിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുക, മിണ്ടല്ലേ എന്ന് ആംഗ്യ ഭാഷയിൽ എന്നോട്. സത്യത്തിൽ ഞാനെന്തോ പറയാനെന്ന് പറയണേ. ഈ മനുഷ്യൻ രാവിലെ കൊണ്ട് നീ നഞ്ച് കലക്കണ്ടപ്പോൾ എല്ലാ കാര്യം ഉണ്ടായിരുന്നു. ഇയാൾ നഞ്ച് കലക്കി പുള്ളി കൊഞ്ചു പോലെ ആയില്ലേ. അണ്ണൻ്റെ സകല പുഴിക്കടി തീർന്ന് കാരണം ഇപ്പം നല്ല വാടിയിരുന്ന് കഞ്ഞി കുടിച്ച് കിടക്കുന്നു. ട്രിപ്പിട്ടായിരുന്നു, ക്ഷീണം കാണുമല്ലോ. കാരണം അതുപോലെ ഉള്ള ചെയ്വനെയാണ് ചെയ്തത്. എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. ഈ പഞ്ചായത്ത് കുളത്തിൽ ചെന്ന് നഞ്ച് കലക്കേണ്ട കാര്യം അല്ല ഉണ്ടായിരുന്നു. അതാ കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അതും ഒരു ജീവപ്രാണിയല്ലേ. മീനാന്നും പറഞ്ഞ്